Hello friends, I am Jason Chacko, Assistant Registrar of Industries and Commerce Department of Government of Kerala. ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒരു സൂപ്പർ ഫുഡുകളെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തി. എനിക്ക് കിട്ടാമായിരുന്ന 10ലധികം സൂപ്പർ ഫുഡുകളായി അറിയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ചേർത്ത് ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയും അത് ഞാൻ സ്ഥിരമായി കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ഞാൻ 2-3 ഉൽപ്പന്നങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു ഉൽപ്പന്നമാണ് പ്രോട്ടീൻ ആൻഡ് ന്യൂട്രിയൻ പൗഡർ. ഒരു 11ഓളം സൂപ്പർ ഫുഡുകളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അത് വേറെ യാതൊരു പഞ്ചസാരയോ യാതൊരു മധുരമോ യാതൊരു പ്രിസർവേറ്റീവോ ഇല്ല. കാരണം ബേസിക്കായി അത് ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ എനിക്ക് അത്രയും നല്ലതാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് മറ്റുള്ളവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയാണ് ഒരു ഉൽപ്പന്നമാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇനിയും ഞാൻ പുതിയ നല്ല കാര്യങ്ങൾ, നല്ല ഒരു സൂപ്പർ ഫുഡുകളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ചേർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് എറണാകുളം മാർക്കറ്റിലൂടെ നിങ്ങളൊന്ന് ശരിയായിട്ടൊന്ന് കടകളിലൊന്ന് കയറി ഇറങ്ങി നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിനെ പറ്റി പല ഇൻഫർമേഷൻസും പല സഹായങ്ങളും പല കടകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സാക്കാൻ സാധിക്കും. അപ്പോൾ ആരോഗ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന പലർക്കും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തക്കാരാണെന്ന് എനിക്ക് തോന്നിപ്പോയി, പല കാരണങ്ങൾ കൊണ്ടും. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. മനുഷ്യൻ എന്ന് പറയുന്നത് ബിസിനസ്സല്ല. മനുഷ്യൻ ബിസിനസ്സിന് വേണ്ടിയല്ല, ബിസിനസ് മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ സ്റ്റീവ് ജോബ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആപ്പിൾ എന്ന് പറയുന്ന വലിയ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹത്തിന് ധാരാളം പണവും വലിയ ബിസിനസ് വിജയവും വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാതെ പോയി. ജീവിക്കാനായിട്ട് ആയുസ്സില്ല. അത് പറഞ്ഞാൽ രോഗം അദ്ദേഹത്തെ കാർന്നു നിന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഈ രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ. പക്ഷേ ക്യാൻസർ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ 15,000 മുതൽ 20,000 വരെ ക്യാൻസർ കോശങ്ങളെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നും അവൻ്റെ മോശമായ ആഹാര രീതികളും മാനസികമായ വിക്ഷോഭങ്ങളും പല കാരണങ്ങൾ കൊണ്ട് അവൻ്റെ ഈ നെഗറ്റിവിറ്റി കാരണം അവൻ്റെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, എന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധം, ദൈവം കൊടുത്തിരിക്കുന്ന പ്രതിരോധ ശേഷി അതിനെ തുരത്തുകയാണ് ചെയ്യുന്നതെന്നും, അങ്ങനെയാണ് നമ്മൾ ശരീരം ക്യാൻസറിനെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് ദൈവം വെച്ചിട്ടുണ്ട് ഒരു പ്രതിരോധ ശേഷി. നമുക്കൊരു ജലദോഷം വന്നു, ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. കാരണം എന്താണെന്നറിയോ? അത് ദൈവം അത് നാച്ചുറലായിട്ട് ശരീരത്തിൽ പ്രതിരോധം വെച്ചിരിക്കുന്നത്, അല്ലാതെ എല്ലാം മരുന്നിലൊന്നും അല്ല സൗഖ്യമാണ്. ഇനി ഔഷധങ്ങളെയും പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ മരുന്നെന്ന് പറഞ്ഞ് കഴിക്കുന്ന പലതും ഔഷധങ്ങളല്ല. പലതും നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന സംഗതികളാണ്. അതൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ആരോഗ്യം മനുഷ്യൻ സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവനെ പലരും ചൂഷണം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാൻസർ സെല്ലുകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഏതൊരു മനുഷ്യനും അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. വൈദ്യന്മാർ പഠിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ചല്ല, അവർ പഠിക്കുന്നത് മരുന്നിനെക്കുറിച്ചും സർജറിയെക്കുറിച്ചുമാണ്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ അന്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആരോഗ്യമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ചെയ്യാവുന്ന പൊടിക്കൈകളും മരുന്നുകളും ഒക്കെ അതിനൊക്കെ ഒരളവിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിലും അതിൽ പലതും വളരെ ദോഷമുള്ളതാണെന്ന് എനിക്ക് വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ നിന്നറിയാം. ഗുണമുണ്ടാകാതെ തന്നെ ദോഷമുണ്ടായ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാനായിട്ട് നമ്മുടെ ശരീരമാണ് പ്രതിരോധം തീർക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ക്യാൻസർ സെല്ലുകൾ കടന്നാക്രമിച്ചു അവനെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് വിള്ളൽ വീണുവെന്നാണ്.
അപ്പോൾ പിന്നെ ആ ക്യാൻസറിനെ തുരത്തുവാനായിട്ട് അവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരം തന്നെ ആ ക്യാൻസറിനെ തുരത്തും. അങ്ങനെ ആ സ്റ്റേജ് 4 എന്ന് പറഞ്ഞ് തള്ളിയ ക്യാൻസർ അനേക ആളുകൾ പൂർണ്ണമായി നാച്ചുറലായ പ്രതിരോധം ശരീരത്തെ ബലപ്പെടുത്തിയത് വഴി സൗഖ്യമായതിൻ്റെ അനുഭവങ്ങൾ അനേകരുടെ അനുഭവങ്ങൾ ഈ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തിയാണ് ഇതിനെ തുരത്തേണ്ടത്. അല്ലാതെ പ്രതിരോധശേഷിയെ തകർക്കുന്ന വിഷകരമായ മരുന്നെന്ന പേരിലുള്ള സംഗതികൾ ഉള്ളിൽ ചെലുത്തി അവൻ്റെ ശരീരത്തെ തകർത്ത് കളയുകയല്ല വേണ്ടത്. മറിച്ച് ശരീരത്തിനെ അവന് ദൈവം സൃഷ്ടിച്ച ഫലഭൂയിഷ്ടമായ ഭോജ്യങ്ങൾ, ഫ്രൂട്ടുകൾ, ജ്യൂസുകൾ, കായ്കനികൾ എല്ലാം, നല്ല സ്വച്ഛമായ വായു, സ്വച്ഛമായ അന്തരീക്ഷം, മാനസികമായ സംതൃപ്തി, ഇതെല്ലാം അവൻ ആസ്വദിക്കുമ്പോൾ അവനിൽ ആരോഗ്യമുണ്ടായി ആ ശരീരത്തിൻ്റെ ദൃഢഗാത്രം ആ രോഗത്തെ തുരത്തി കളയുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ട യഥാർത്ഥ കാര്യം. അപ്പോൾ ഇതേക്കുറിച്ച് പറയുവാനായിട്ട് ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ചികിത്സയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ചികിത്സ വിധിയെക്കുറിച്ച് ഞാൻ അതിനകത്ത് പറയുവാൻ ഞാൻ പഠിച്ചിട്ടുള്ള മേഖലയല്ല. പക്ഷേ എനിക്ക് ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അതേക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കും, അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നാട്ടിലെ അയൽവക്കത്തുള്ളവർക്കോ ബന്ധുക്കൾക്കോ ആർക്കാണേലും ഈ അടിസ്ഥാന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. നിങ്ങൾ ആ പ്രതിരോധശേഷിയെ തകർക്കുന്ന വിഷകരമായ മാരകമായ മരുന്ന് എന്നുള്ള ലേബലിൽ ഉള്ള ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളുള്ള സാധനങ്ങൾ കഴിച്ച് അവൻ്റെ ജീവൻ അപായപ്പെടുത്തുന്ന സാധനങ്ങൾ കഴിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ പ്രധാനം അവൻ്റെ ജീവൻ നിലനിർത്തുവാനും അവന് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും ഈ ക്യാൻസറിനെ റിവേഴ്സ് ചെയ്യുവാനായിട്ട് അവൻ ഏതെല്ലാം സാഹചര്യങ്ങളാണോ ക്യാൻസറിന് കാരണമായത് അതിനെ തിരികെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ മാനസികമായ വിക്ഷോഭങ്ങൾ, സമാധാനമില്ലായ്മ, അത് ക്യാൻസറിന് കാരണമാകും. അപ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായി സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് അവൻ മടക്കി വരുത്തുക. ചീത്തയായ ആരോഗ്യശീലങ്ങൾ അത് അവനെ ക്യാൻസറിലേക്ക് നയിക്കുന്നു. അത് അവൻ മാറ്റിയിട്ട് നല്ല ഭോജ്യങ്ങൾ അവൻ കഴിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിൻ്റെ വ്യായാമമില്ലായ്മ അത് നീക്കിയിട്ട് ശരീരത്തിന് നല്ലപോലെ വ്യായാമം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മാനസികമായ ടെൻഷനുകൾ, ആ ടെൻഷനുകൾ നീക്കിയിട്ട് നമ്മൾ സമാധാനത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരോട് ശത്രുത പുലർത്തുക, വിരോധം വെച്ച് പുലർത്തുക, അത് ക്യാൻസറിന് കാരണമാണ്. അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മൾ സമാധാനത്തിലേക്ക് വരിക. ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കുന്ന കാര്യം മാത്രം പറയാനൊന്നും അല്ല ഞാനിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ കാശുണ്ടായ ഇവൻ അനുഭവിക്കാൻ സാധിച്ചില്ല, എന്ത് പ്രയോജനം? അതുകൊണ്ട് എനിക്ക് വളരെ ഗൗരവമായിട്ട് തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നിങ്ങൾ ഈ പറയുന്ന പരിപാടി ഒന്നും നടക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യവസായം, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്കും മറ്റുള്ളവനും നന്മയുള്ളത് ആയിരിക്കണം. അത് നമുക്ക് എന്നും സന്തോഷവും സമാധാനവും ആരോഗ്യവും അഭിവൃദ്ധിയും നൽകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ള ചിന്തയിലാകാതെ നിങ്ങൾക്ക് സംതൃപ്തി തരുന്നു, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതുമായ ഒരു പ്രവൃത്തി ആയിരിക്കട്ടെ. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മനസ്സ് വെച്ചാൽ നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.